ടീം UDFന്റെ വിജയം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതലേ ലീഡ് ചെയ്ത ആര്യാടന് ഷൗക്കത്ത് ഒരു ഘട്ടത്തിലും LDF ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ പോലും പിന്നോട്ടു പോയില്ലെന്നത് വിജയത്തിന് മാറ്റുകൂട്ടുന്നു. നിലമ്പൂര് നിയമസഭാ മണ്ഡലം UDF തിരിച്ചുപിടിച്ചിരിക്കുന്നു. 8 തവണ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ആര്യാടന് മുഹമ്മദിനെ തുണക്കുകയും 2016ലും 2021ലും CPM സ്വതന്ത്രന് PV അൻവർ അട്ടിമറി വിജയം നേടുകയും ചെയ്ത മണ്ഡലം ആര്യാടന് മുഹമ്മദിന്റെ മകന് ഷൗക്കത്ത് മികച്ച ലീഡോടെ തിരികെ പിടിച്ചിരിക്കുകയാണ്. CPMന്റെ കരുത്തനായ നേതാവും സെക്രട്ടേറിയറ്റ് അംഗവുമായ M സ്വരാജിനെ 11,077 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. 2011 ആര്യാടന് മുഹമ്മദിന്റെ അവസാന മത്സരത്തില് ഭൂരിപക്ഷം 5,500 വോട്ടായിരുന്നു. വോട്ടെണ്ണലിന്റെ തുടക്കം മുതലേ ലീഡ് ചെയ്ത ആര്യാടന് ഷൗക്കത്ത് ഒരു ഘട്ടത്തിലും LDF ഭരണത്തിലുള്ള പഞ്ചായത്തുകളിൽ പോലും പിന്നോട്ടു പോയില്ലെന്നത് വിജയത്തിന് മാറ്റുകൂട്ടുന്നു. UDFന്റെ അടുക്കും ചിട്ടയുമുള്ള കൂട്ടായ പ്രവർത്തനം, സംഘടനാ മികവ്, PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം, ഭരണവിരുദ്ധ പ്രചാരം, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSSുമായി ബന്ധപ്പെട്ട പ്രസ്താവന, നിലമ്പൂര് മേഖലയില് വന്യജീവി ആക്രമണം തടയുന്നതില് സർക്കാരിനു സംഭവിച്ച വീഴ്ച തുടങ്ങി ആര്യാടന് ഷൗക്കത്തിനെ തുണച്ച ഘടകങ്ങൾ പലതാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ഏറെ താമസിയാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് അന്നുതൊട്ടേ പ്രചാരണ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. മുസ്ലിം ലീഗും പ്രചാരണ രംഗത്ത് ശക്തമായിരുന്നു. ലീഗിന്റെ സമുന്നത നേതാക്കള് മുതൽ സാധാ പ്രവർത്തകരുവരെ സജീവമായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്ന പതിവു ശൈലി വിട്ട് CPM സ്വന്തം ചിഹ്നത്തില് കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇടത് അനുകൂല സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും രംഗത്തിറക്കുകയും ചെയ്തെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ UDFന്റെ ഒറ്റക്കെട്ടായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി. സാംസ്കാരിക പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള LDFന്റെ എന്റെ വോട്ട് നിലമ്പൂരിലായിരുന്നെങ്കില് ക്യാമ്പയിനും നിഷ്ഫലമായി. പോളിംഗ് ശതമാനം കൂടിയതും UDFന് സഹായകമായി. VD സതീശന് അഭിപ്രായപ്പെട്ടതുപോലെ ഇത് ടീം UDFന്റെ വിജയമാണ്. 1965 നിലവില് വന്ന നിലമ്പൂര് മണ്ഡലത്തില് നിന്ന് ആദ്യ തിരഞ്ഞെടുപ്പില് വിജയിച്ചത് CPM നേതാവ് കുഞ്ഞാലിയായിരുന്നു. അന്നു പക്ഷേ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്തതിനാല് നിയമസഭ ചേർന്നില്ല. 1967 തിരഞ്ഞെടുപ്പില് കുഞ്ഞാലി സീറ്റ് നിലനിർത്തി. 1970 കോൺഗ്രസ് നേതാവ് MP ഗംഗാധരനായിരുന്നു വിജയം. 1977, 1980, 1987, 1991, 1996, 2001, 2006, 2011 വർഷങ്ങളിലും കോൺഗ്രസ് നിലനിർത്തി. 1982 CPM സ്വതന്ത്രന് ITK ഹംസയും 2016ലും 2021ലും CPM സ്വതന്ത്രന് PV അൻവറും കൈയടക്കിയെങ്കിലും പരമ്പരാഗതമായി ഇത് UDFന്റെ മണ്ഡലമായാണ് വിലയിരുത്തപ്പെടുന്നത്. അൻവർ ഒരു നിർണായക ശക്തിയാണ് മണ്ഡലത്തിലെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വിളിച്ചോതുന്നു. കാര്യമായും LDFന്റെ വോട്ടുകളാണ് അൻവര് പിടിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തല്. MLA സ്ഥാനം രാജിവെക്കുമ്പോൾ UDFന്റെ ഭാഗമാകാന് സാധിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ. ആര്യാടന് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തോടെ UDFുമായി അകന്നു. എക്കാലത്തെയും തന്റെ എതിരാളിയായ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അൻവർ DCC അധ്യക്ഷന് VS ജോയിയാകണം സ്ഥാനാർത്ഥിയെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചു. കോൺഗ്രസ് ഇത് നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് മത്സരത്തിനില്ലെന്ന നിലപാട് മാറ്റി പോർക്കളത്തിലിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. തൃണമൂല് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു നേരത്തെ തീരുമാനം. പാർട്ടി ചിഹ്നം ലഭിക്കാത്തതിനെ തുടർന്നാണ് സ്വതന്ത്രവേഷം അണിഞ്ഞത്. പരമ്പരാഗത മണ്ഡലമല്ലെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ആസന്നമാകുകയും ഒരു വർഷത്തിനകം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തില് സ്വരാജിന്റെ പരാജയം LDFന് ഷോക്കാണ്. പുതിയ മദ്യനയം, മദ്യവ്യാപനം മൂലം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങളിലുണ്ടായ ഗണ്യമായ വർധന, ആശാ വർക്കർമാര് ഉൾപ്പെടെ സമരരംഗത്തിറങ്ങാനിടയായ സാഹചര്യം, വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ആക്രമണം, കുറ്റാരോപിതരും ഹിന്ദുത്വ ചിന്താഗതിക്കാരുമായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് ഭരണസ്വാധീനം വർദ്ധിപ്പിക്കാനിടയായ സാഹചര്യം തുടങ്ങി ഭരണതലത്തിലെ പോരായ്മകളും പാളിച്ചകളും വോട്ടിംഗില് പ്രതിഫലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. വർഗീയ ശക്തികളുടെ ശക്തിക്ഷയമാണ് തിരഞ്ഞെടുപ്പ് ഫലത്തില് പ്രകടമായ മറ്റൊരു കാര്യം. SDPIക്ക് വൻതോതില് വോട്ട് ചോർച്ച സംഭവിച്ചു. പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സ്വാതികിന് 2075 വോട്ടാണ് ലഭിച്ചത്. 2021 പാർട്ടി സ്ഥാനാർത്ഥി K ബാബുമണിക്ക് 3281 വോട്ടും 2016 4571 വോട്ടും ലഭിച്ചിരുന്നു. ഈ വോട്ടിന്റെ പകുതിയില് താഴെ മാത്രമാണ് ഇത്തവണ ലഭിച്ചത്. വോട്ടർമാരുടെ എണ്ണവും പോളിംഗ് ശതമാനവും കൂടിയിട്ടും BJPക്കും സ്ഥിതി മെച്ചപ്പെടുത്താനായില്ല. കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താനേ സാധിച്ചുള്ളൂ. ക്രൈസ്തവരെ സ്വാധീനിക്കാൻ പാർട്ടി കാണിച്ച അടവുകള് ഫലപ്പെട്ടില്ല.
മാർത്തോമ സഭാംഗമായ മോഹന് ജോർജിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയത് മലങ്കര സഭയ്ക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുനട്ടാണ്. പരമ്പരാഗത ഹിന്ദുത്വ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വോട്ടുകളും ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടല്. ഈ രാഷ്ട്രീയ തന്ത്രം പാളി. രാജീവ് ചന്ദ്രശേഖര് പാർട്ടി നേതൃസ്ഥാനത്ത് വന്ന ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനും ക്ഷീണമായി.